ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ സോഫ്റ്റ് പിൻഡവും എഗ് ബട്ടർ മസാല ഔത്തിൽ നിങ്ങൾ എങ്ങനെ ആക്കിയെടുക്കാം. ഈ റെസിപ്പിയിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് നോമ്പ് ടൈമിൽ ഇഫ്താരിലെ പിന്നത്തെ നാഷ്ടത്തിനും ഇല്ലെങ്കിൽ മോർണിംഗ് സെഹറി ടൈമിಗೆ ಹಾಕಿದ್ದು ಜಾವ್ಗೆ ಪ್ರಿಪೇರ್ ಹಾಕಿ ಬೇಕಾ. ಸೊ ನಂಗೆ ನೋക്കുക ನಾವು ഇവിടെ 3 കപ്പ് അത്ര റൈസ് ഫ്ലോർ എടുത്തോണ്ട് ಅದಕ್ಕಿಪ್ಪ ಸಾಲ್ಟ್ ಆ್ಯಡ್ ಹಾಕಿಲ್ವ, ಟೇಸ್ಟ್ಗೆ ಅಕಾರ್ಡಿಂಗ್ ಸಾಲ್ಟ್ ನಂಗೆ ಆ್ಯಡ್ ಹಾಕಿಲ್ವ. അതിൽ പിന്നെ ഇപ്പം ഞങ്ങൾ അതിൽ നല്ല ഫസ്റ്റ് മിക്സ് ആക്കിയല്ലോ ಸಾಲ್ಟುം റൈസ് ഫ്ലോർ ഒട്ടും നല്ലതായിട്ട് ബൈൻഡിങ് ആകും. ഞാൻ ഒരു ഫ്രൈയിങ് തടക്ക പാനിൽ തെല്ല് ഓയിൽ ഇട്ട് വെച്ച് തെല്ല് മീൻസ് ഒന്ന് 5 to 6 ടേബിൾ സ്പൂൺ അത്ര ഓയിൽ ഇട്ടರೆ അതിക്ക് 1/2 ടീസ്പൂൺ അത്ര മസ്റ്റർഡും 1/2 ടീസ്പൂൺ അത്ര ജീരവും പിന്നെ തെല്ല് കറി ലീവ്സും പിന്നെ കൊറിയാണ്ടർ ലീവ്സ് തടക്ക കൊടുക്കുക. ഈ തടക്കത്തിൽ തെല്ല് ഫയർ പിടിക്കുന്ന പോലെ കൊടുത്തെങ്കിൽ ബെറ്റർ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഓക്കെ. പിന്നെ ഫസ്റ്റ് ടൈം ആക്കണമെങ്കിൽ അത് ഫയർ പിടിക്കൊന്നിട്ടില്ലേ നിങ്ങൾ കറി ലീവ്സ് ഇടുന്ന ടൈമിൽ നിങ്ങൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കി വിടും. നമുക്ക് ഇത് ആദത്തുണ്ട്. സോ ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കല്. ഇതിൽ ഈ തടക്കത്തിൽ ഞങ്ങൾ ഈ റൈസ് ഫ്ലോർಗೆ ആഡ് ആക്കിയല്ലോ. റൈസ് ഫ്ലോർಗೆ ആഡ് ആക്കിയാൽ പിന്നെ ഇതിൽ നല്ലാക്കിയിട്ട് മിക്സ് ആക്കിയല്ലോ. ನಾನಿവിടെ ವಿಸ್ಕರ್ಲ್ ಮಿಕ್ಸ್ ಹಾಕಿಂಟುಲ್ಲೆ ಊಡಿಪ ನಾ ತಣ್ಣಿ ಆವಟ್ಟು ಆಯಿಲ್ ಎಂದು ಆ್ಯಡ್ ಹಾಕಿತ್ಲ. ಆಯಿಲ್ ನಂಗೆ ಆಲ್ರೆಡಿ ತಡ್ಕತ್ಲೆ ಆ್ಯಡ್ ಹಾಕಿರ ಅದಕ್ಕೆ ಇತ್ತು ನಾ ಎಕ್ಸ್ಟ್ರಾ ಆಯಿಲ್ ಎಂದು ಆ್ಯಡ್ ಹಾಕಿಲ್ಲೆ. ഇത് ഇട്ടാൽ പിന്നെ ഇതിൽ വർക്ക് തെല്ല് വെച്ച് തന്നെ ബീത്തിട്ട് തെല്ല് മിക്സ് ആക്കി എടുക്കുന്നു. നല്ല ഞങ്ങൾ ചപ്പാത്തിക്ക് ഇട്ട് നോക്കരല്ലേ അതുപോലെയല്ല തെല്ല് ജസ്റ്റ് റഫ്ലി ഇട്ട് ഞങ്ങൾ തെല്ല് മിക്സ് ആക്കി എടുത്തോളുക. ತಾಕಿ ಅದು ನಾವು ಇಟ್ಟೆ ತಡ್ಕೊಂಡಲ್ಲಿ ಅದು ಜಸ್ಟ್ ಅದ್ರೊಟ್ಟಿಗೂ ಫ್ಲೋರ್ ಒಟ್ಟಿಗೂ ಮಿಕ್ಸ್ ಆಗಲಿಗೂ. ഇതിൽ പിന്നെ ഞങ്ങൾ ഇപ്പം ഇതിന് ഹാഫ് കൊക്കോനട്ട് ഗ്രേറ്റ് ആക്കിയിട്ട് ആഡ് ആക്കിയല്ലോ. കൊക്കോനട്ട് സണ്ണാക്കിയിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഗ്രേറ്റ് ആക്കി എടുക്കണം. ഞാൻ മിക്സിയുടെ ജാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ സണ്ണാക്കിയിട്ട് ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വലിയ പല ആക്കി എടുത്തിട്ടില്ലേ ഇതിൽ ആഡ് ആക്കിയിട്ട് ഇപ്പം ഞങ്ങൾ ഇതിൽ കറക്റ്റ് ഇട്ട് ഞങ്ങൾ ചപ്പാത്തിക്ക് ഡോ ആക്കി എടുക്കറല്ലേ അതേപോലെ സെയിം അതേപോലെ ഞങ്ങൾ ഇതിൽ നല്ലാക്കിയിട്ട് വെച്ച് തന്നെ നല്ല വെച്ച് വെക്കൊണ്ട് തന്നെ അതിലിട്ടത് തെല്ലെ ആക്കിയിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഡോ ആക്കി സൈഡിൽ വെച്ച് കൊടുക്കുക. അത്രത്തോളം ನಾವು 4 eggs ಬಾಯ್ಲ್ ಹಾಕಿ ಬೆಚ್ಚಿ ಬಿಡ್ರೆ ಬಾಯ್ಲ್ ಹಾಕುമ്പോൾ ತೆಲ್ಲು ಸಾಲ್ಟ್ ಆ್ಯಡ್ ಹಾಕಿದ್ರೆ ಅದರೊಟ್ಟಿಗೆ ನಾನು ಒಂದು 15 to 20 ಆಲ್ಮಂಡ್ ಆ್ಯಡ್ ಹಾಕಿದ್ರೆ നിങ്ങൾക്ക് ബിഫോറും ടൈമിങ് സോക്കാക്കാം. ഞാൻ അപ്പം എഗ് ഒಟ್ಟಿಗೆ ಬಾಯ್ಲ್ ಹಾಕಿರ್ತೇನೆ അത് പീൽ ആക്കുമ്പോൾ ഈസി ആവുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഞാൻ ഒരു ഹെവി ഉള്ളി വെച്ചിട്ട് അതിൽ തെല്ല് ഓയിൽ ഇട്ടിട്ട് അതിൽ ഓണിയൻ്റെ സ്ലൈസസ് കട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 ലാർജ് സൈസ് ഓണിയൻ്റെ സ്ലൈസസ് കട്ടാക്കിയിട്ടുണ്ട്. ഓണിയൻ്റെ ഞങ്ങൾക്ക് ഫ്രൈ ആക്കിക്കില്ല സോഫ്റ്റ് ആയിട്ട് ട്രാൻസ്ലൂട്ട് കളർ ആവുടത്തോളം ഞങ്ങൾ അതിൽ ഫ്രൈ ആക്കി എടുക്കുന്നു. സോൾട്ട് ടേസ്റ്റിಗೆ അക്കോർഡിംഗ് ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അത് ട്രാൻസ്പെറൻറ്റ് പോലെ ആവറല്ലേ അത്രത്തോളം ലൈറ്റ് പിങ്ക് കളർ ബണ്ടത്തോളം ഞങ്ങൾ അത് വേവാട്ടി എടുക്കുന്നു. ഇതിൽ ഞാൻ നല്ല മിക്സ് ആക്കിയിട്ട് അത്ര തന്നെ ಬೇವು വെച്ച് ಕೊಡ್ರೆ ತೆಲ್ಲು ಮುಚ್ಚಿಟ್ಟಿದ್ದು വെച്ചെങ്കിൽ ಬೇಗನೆ ಬೇವುಡು. പിന്നെ ഗ്യാസിലെ ഫ്ലെയിം ഞാൻ ലോ ആക്കി വെച്ച് ಬಿಡ್ರೆ അത്തരത്തോളം ഞങ്ങൾ അവിടെ നീടാക്കി വെച്ച് ഡോ സോഫ്റ്റ് ആയിട്ട് പ്രിപ്പയർ ആയിട്ട് അതിൽ ചെറിയ ആക്കിയിട്ട് ബോൾസ് ആക്കി എടുക്കും. നിങ്ങൾക്ക് ഏ സൈസിൽ വേണം ആ സൈസിൽ എടുക്കാം. രണ്ടൊട്ടും റൈസ് കുക്കറിൽ സ്റ്റീമർ ചെയ്യുന്നതിൽ ഞാൻ ചുമന്ന് വലിയ ആക്കല് നമുക്ക് ഇങ്ങനെ ഫിംഗർ ഷേപ്പിൽ ആക്കിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് റൗണ്ടും ആക്കാം പിന്നെ ഇങ്ങനെ ഫിംഗർ ഷേപ്പിലും ആക്കാം. ഞാൻ എല്ലാ പിന്തിരിങ്ങനെ ഫിംഗർ ഷേപ്പിലാക്കി എടുക്കണേ നോക്കുകയും ചന്തായിട്ട് കാണ്ട് അതിലേക്ക്. സോ എല്ലാ പിന്തിരി പ്രിപ്പയർ ആക്കിയാൽ പിന്നെ ഞാനിങ്ങനെ കിട്ടേ ಇದು ಯಾರ ಕ್ವಾಂಟಿಟಿಲಿ ಉಂಟು ಮಮ್ಮ ಇನ್ನಾರು ಬ್ರದರ್ ಇಲ್ಲಿನಾರು ಅದಕ್ಕೈತೆ ನಾನು ಯಾರ ಕ್ವಾಂಟಿಟಿಲಿ ಹಾಕಿನೋ ಅದ್ರ ಮಿಡಿಲಲ್ಲಿ ನಾನೂടെ ಆನಿಯನ್ ಚೆಕ್ ಹಾಕೋ ಬಂದೆ. ಆನಿಯನ್ ಸಾಫ್ಟ್ ಆಯಿಡು ട്രാൻസ്ലൂട്ട് കളർ ആയിട്ട് ഇപ്പം ഇതിന് ഞാൻ 20 കാഷ്യൂനട്ടും ഞങ്ങൾ ബോയിൽ ആക്കി വെച്ച് ആൽമണ്ട് പീലാക്കിയിട്ട് ആഡ് ആക്കിയല്ലോ. ഇതിൽ ആഡ് ആക്കിയിട്ട് പാടെ ഒരു 5 to 8 minutes ഇതിൽ കുക്കാക്കി എടുത്തോളൂ. ನಕ್ಕೂಡೆ ಮಸಾಲೆ ಪ್ರಿಪೇರ್ ಹಾಕೋದು ನಕ್ಕು ಪಿಂಡಿರಿ ಪ್ರಿಪೇರ್ ಹಾಕೋದು ಮಮ್ಮ ಇಂತು. ಸೊ ಮಮ್ಮ ಹೆಲ್ಪ್ ಹಾಕಿಂತು ಇದ್ರೆ ನಾನು 2 times ಹಾಕಿ ಸ್ಟೀಮ್ ಹಾಕಿ എടുക്കರೆ എന്തിച്ചാൽ എൻ്റെ സ്റ്റീമറിൻ്റെ ചെമ്മ വലിയല്ല അതിനായിട്ട് 1 time ഫസ്റ്റ് വെച്ച് ಬಿಟ್ರೆ ಅದ್ರ ನಡುವೆ ഞങ്ങൾ ഇവിടെ ഓണിയനും റെഡി ആയി. ഇതിൽ ഞങ്ങൾ ഇപ്പം മിക്സിയുടെ ജാർക്ക് ഇട്ടോന്നു. മിക്സിയുടെ ജാർക്ക് ഇട്ടത് ചപ്പയായി പിന്നെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയോളൂ. മിക്സിയുടെ ജാറിൽ ഓൾറെഡി ഞാൻ ടൊമാറ്റോ പ്യൂരി ആക്കി വെച്ചുകൊണ്ടേ ഒരു 5 ടൊമാറ്റോ ഇങ്ങനെ ഫൈനായിട്ട് പ്യൂരി ആക്കിയോണ്ടേ
ಇದಕ್ಕೆ ಈ ಆನಿಯನ್ പിന്നെ കാഷ്യൂരി പേസ്റ്റ് ഇട്ട് കൊടുത്തു ചപ്പാൽ പിന്നെ ഫൈൻ ആയിട്ട് സ്മൂത്ത് ആയ ഒരു പേസ്റ്റ് ആക്കി എടുത്തോളുക പിന്നെ സെയിം അതേ എടുത്തത് അത്രമേ ഓയിലിൽ അതിൽ യാരത്തെ ഓയിലുണ്ടല്ലേ അതിക്ക് ഞാൻ കൊറിയ സ്പൈസസ് ആഡ് ആക്കിയുള്ളൂ ഇവിടെ ഞാൻ ഒരു 15 to 18 പെപ്പർ ആഡ് ആക്കിയുണ്ട് പിന്നെ ഒരു 5 ക്ലോവ്സ് ആഡ് ആക്കിയുണ്ട് 2 കാടമം ഇലൈച്ചി ആഡ് ആക്കിയുള്ളൂ 2 പെറ്റൽ സ്റ്റാർ ഫ്ലവർ ഉണ്ടല്ലേ എനിസ് അതിൽ ആഡ് ആക്കുക ഹാഫ് ഇഞ്ചിരത്തര സിനമോൺ സ്റ്റിക്ക് ആഡ് ആക്കിയിട്ട് നല്ലാക്കിയിട്ട് റോസ്റ്റ് ആക്കി എടുത്തോളൂ ഹോൾ സ്പൈസസ് എല്ലാം നല്ല പോപ്പപ്പ് ആയിരിക്കും ഞങ്ങൾ പ്രിപ്പയർ ആക്കി വെച്ച് ഈ മസാലയിൽ സ്മൂത്ത് ആയി ഗ്രേവിയിൽ ആഡ് ആക്കിയിട്ട് നല്ലതായിട്ട് ഒരു 4 to 5 minutes മിക്സ് ആക്കിയിട്ട് കുക്ക് ആക്കണം അത് തിക്കിക്കറി സൊമയിലേക്ക് പാറ് ചാൻസസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ ഇങ്ങനത്തെ ഗ്രേവീസ് എപ്പോൾ പ്രിപ്പയർ ആക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ പ്രിപ്പയർ ആക്കണം പിന്നെ ഇതിക്ക് ഹാഫ് ഗ്ലാസ് അത്ര വെച്ച നല്ല ഹോട്ട് വാട്ടർ ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിൽ ബാലൻസ് ആക്കിയിരുന്നു പിന്നെ മിക്സ് ആക്കിയിട്ട് പാടെ ഒരു 4 to 5 minutes നമ്മൾ ഇതിൽ കുക്ക് ആക്കിയിട്ട് എടുത്തോളുക ഇപ്പൊ ഇതിൽ ഞങ്ങൾ കുറേ മസാല എല്ലാം ആഡ് ആക്കിയിരുന്നു 1.5 tablespoon അത്ര ചില്ലി പൗഡർ 1 teaspoon അത്ര കൊറിയാൻഡർ പൗഡർ പിന്നെ ഹാഫ് ടീസ്പൂൺ അത്ര ടർമറിക് പൗഡർ ഈ മസാലയും ഓണിയൻ ടൊമാറ്റോ പേസ്റ്റും എല്ലാം ഒട്ടുകിട്ടുന്നതാണ് ഇതിനെ സോട്ടാക്കി എടുക്കുക അതിൽ ഓയിൽ സർഫേസിൽ പണ്ടത്തോളം അപ്പൊ മസാലയുടെ റോ സ്മെല്ലും പോണ്ടു പിന്നെ ഓണിയൻ ടൊമാറ്റോയുടെ റോ സ്മെല്ലും ഒട്ടുക്ക് വെന്തെത്ത് പോണ്ടു ഞങ്ങൾ എത്ര ഫസ്റ്റ് വറുത്ത് ഫ്രൈ ആക്കി തീർത്ത ഓണിയൻ ടൊമാറ്റോസ് എല്ലാം ടൊമാറ്റോ നാവിടെ ഫ്രൈ ആക്കാണ്ടിട്ടത് റോ ಟೊಮೆಟೊನೂ ಪ್ಯೂರ್ ಇಟ್ಟರೆ ಅದಕ್ಕೆ ಐತೆ ಇದರೊಟ್ಟಿಗೆ ನಂಗೆ നല്ല അതിൽ വറുത്തിട്ട് വേവാറ്റി എടുത്തോണ്ട് ലോ ഫ്ലെയിമിൽ അതിൽ ഓയിൽ സെപ്പറേറ്റ് ആവടത്തോളം വേവാറ്റി എടുക്കണം അപ്പോൾ അതിലെല്ലാം സ്മെൽ പോണ്ടു ഇങ്ങനെ നല്ല മിക്സ് ആക്കിയാൽ പിന്നെ നാനൊരു 5 to 10 minutes ഇതിൽ ലിഡിട്ടിട്ട് വേവ് വെച്ച് ಬಿಡ್ರೆ ಅದ್ರ ನಡುವೆ ನಾವು ಅಂದ್ರೆ ಬೇಲೆರೆ നല്ല ಕಲ್ಗಿತ್ತು ಸೋಗಾಕಿ വെച്ചിനെ ದೈವಡ ಹಾಕೋವು ಎಲ್ಲೋ ನಿನ್ನಾನು ಬ್ರದರ್ ನಿನ್ನಾನು ಸೊ ಅದಕ್ಕೆ ಅವನಿಗೆ ಹಾಕಿ കൊടുക്കുക ಅಂತ ಇದರ ರೆಸಿಪಿ ನನ್ನ ಚಾನಲ್ ಆಲ್ರೆಡಿ ಅಪ್ಲೋಡೆಡ್ ಉಂಟು നോക്കാത്തങ്ങ ಇನ್ನಿಂಗ್ ಪ್ಲೀಸ್ പോയി നോക്കൂ ലിങ്ക് ನಾನು ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಬಾಕ್സിൽ ഇട്ടുಬಿಡ್ರೆ അത്രത്തോളം ഞങ്ങൾ മസാലയുടെ മിഡിൽ ഞങ്ങൾ ചെക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു അടി പിടിക്കാത്ത പോലെ ഞങ്ങൾ കറക്റ്റ് 10 minutes കഴിത്ത് അതിൽ വേവാറ്റി എടുക്കുന്നു ഇവിടെ ഞങ്ങളുടെ മസാല ഓൾമോസ്റ്റ് 50% അത്ര കുക്കായാൽ പിന്നെ 1.5 tablespoon അത്ര ഷുഗർ ആഡ് ആക്കിയാണ് ഷുഗർ ആഡ് ആക്കിയെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഗ്രേവി എല്ലാം എടുക്കുമ്പോൾ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലെല്ലാം നല്ല ഒരു സ്പൈസി ഒട്ടും ഒരു ലൈറ്റ് സ്വീറ്റ്നെസ് ഉണ്ട് പിന്നെ അതിൽ കളറും നല്ല ഒരു കളർ കിട്ടും ഞങ്ങൾക്ക് ഗ്രേവി അത് കഴിട്ട് ആഡ് ആക്കിയോണ്ട് പിന്നെ കസ്തൂരി മേത്തിയുടെ റോസ്റ്റ് ആക്കിയിട്ട് കയ്യിലിങ്ങനെ റബ്ബാക്കി ആഡ് ആക്കിയോണ്ട് 1 teaspoon അത്ര കസ്തൂരി മേത്തി ആഡ് ആക്കിയെങ്കിൽ നിങ്ങളെ ഗ്രേവിക്ക് ഗെയിം ചേഞ്ചിങ് പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും ഒരു ഫ്ലേവറും പിന്നെ അത് ഇങ്ങനെ ഒരു ഞങ്ങൾ വൈകിട്ട് അത്ര കൊണ്ടാവില്ല ബട്ട് റോസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഗ്രേവിയിലെല്ലാം ആഡ് ആക്കി സൂപ്പർ ടേസ്റ്റ് ആവും ഞങ്ങളെ ഗ്രേവി പിന്നെ അത്രത്തോളം ഞങ്ങളെ ഒരു സെറ്റ് പിന്നെ ഉണ്ടല് ടീമായിട്ട് റെഡി ആയത് ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് കമ്പൽസറി സെഹരിക്കയിട്ടല്ല ആഫ്റ്റർ ഇഫ്താറിന് പിന്നെ നാസ്റ്റക്കും പ്രിപ്പയർ ആക്കി എടുക്കാം റംസാൻ ടൈമിൽ ഇങ്ങനെ ആക്കി ചുമ ടൈംസ് എല്ലാം വലിയിരുന്നല്ലോ ഇതേപോലെ രണ്ടാമത്തെ സെറ്ററും ഞാൻ സ്റ്റീമോക്ക് വെച്ച് ಬಿಡ್ರೆ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൈറ്റിಗೆ ഇതിലെല്ലാം പ്രിപ്പയർ ആക്കിയിട്ട് സെഹരിക്ക് ഈസി ആയിട്ട് ಬೇಗ മീനിക്കോണു അങ്ങനെ എന്താക്കണിട്ടില്ലേ അപ്പൊ നമുക്ക് ഇബാദത്തുക്കും തസ്ബീഹ് എടുക്കും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ടൈമെല്ലാം കിട്ടും പിന്നെ എല്ലാവരും വന്നിട്ടെല്ലാം ഞങ്ങൾക്ക് സഹരിക്കെല്ലാം ഈസി ആയിട്ട് ഞങ്ങൾക്ക് പ്രിപ്പയർ ആക്കാം ഞങ്ങളിവിടെ അത്രത്തോളം ഞങ്ങളെ മസാലയിൽ ഞങ്ങൾ ചെക്ക് ആക്കിയുള്ള ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പിരിയാവും ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അതിലെ സർഫേസിൽ വന്നിട്ട് മേലിൽ ഇങ്ങനെ ആയെങ്കിൽ മസാല കറക്റ്റ് ആയിട്ട് ഞങ്ങൾ റെഡി ആയിരുന്നിട്ട് ഇപ്പൊ ഇതിന് ഞാൻ ബോയിൽ ആക്കിയിട്ട് വെച്ച് എഗ്രി ഞങ്ങൾ ചുമ്മ ഡെയിലി ഞങ്ങൾ തിന്നോക്ക് ബോയിൽ ആക്കുക അതുപോലെയല്ല ഇങ്ങനെ ഹാഫ് ബോയിൽ ആക്കി എടുക്കുന്നു ഹാഫ് ബോയിൽ ആക്കിയിട്ട് എടുത്തിട്ട് ആഡ് ആക്കി വിടുന്നു ഇങ്ങനെ എഗ്ഗും ബട്ടർ മസാല പ്രിപ്പയർ ആക്കാത്തണ്ടെങ്കിൽ ഓർക്ക് ആക്കി നോക്കോರು നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിಗೆ ಬಂದು കമന്റ് ആക്കാൻ മറക്കണ്ട സോ എല്ലാ എഗ്ഗും ഞാൻ ഇങ്ങനെ കട്ട് ആക്കിയിട്ട് ഇട്ടോണ്ടുള്ളേ ഇട്ടിൽ പിന്നെ ഇതിൽ ലാസ്റ്റ് കൊത്തമ്പരി ചൊപ്പു പിന്നെ കസ്തൂരി മേത്തി റബ്ബാക്കിയിട്ട് കസ്തൂരി മേത്തി മേലിൽ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയാലോ എഗ്ഗ് ആഡ് ആക്കിയാൽ പിന്നെ ചുമ എന്തും മിക്സ് ആക്കോത്തീര് ജസ്റ്റ് തെല്ലിങ്ങനെ സ്പാറ്റുലർ ഇതിൽ തെല്ലിങ്ങനെ മിക്സ് ആക്കിയ ഒരു
ഇല്ലെങ്കിൽ ഞങ്ങൾ അത് സോഫ്റ്റ് ആയിട്ട് വേവാറ്റില്ല, ഹാഫ് ബോയിൽ ആയിട്ട് വേവാറ്റില്ല, അത് കട്ടാവിടെ ಚಾನ್ಸಸ್ ಇಕ್ಕರೆ ಅದು ಕೈತೆ. പിന്നെ കൊത്തമ്പരി ചൊപ്പ് കസ്തൂരി മേത്തി എല്ലാം ഇട്ടിട്ട് ഇവർക്ക് ലൈറ്റ് ഹാൻഡിൽ മിക്സ് ആക്കിയിട്ട് അതിൽ പാടെ ഒരു 4 to 5 minutes അതേപോലെ വെച്ച് കൊടുക്കണം. സ്റ്റീം ആകും, ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലെ മുച്ചിട്ടിട്ട് അതിലെ സ്റ്റീമിലെ അത് വേവ് വെച്ച് കൊടുക്കണം. അപ്പൊ ഞങ്ങള് എഗ് ബട്ടർ മസാല കറക്റ്റ് ആയിട്ട് വെന്തിരിക്കറ്. ರೆಸ್ಟೋರೆಂಟ್ ಎಲ್ಲ പോയി ഞങ്ങൾ തിന്നുകಲ್ಲಿ ಸಾಫ್ಟ್ ಆ್ಯಂಡ್ ಫ್ಲಫಿ ಇಪ್ಪಲ್ತು ಎಗ್ അതേപോലെ ഞങ്ങൾക്ക് ഔത്ത് പ്രിപ്പയർ ആക്കിയെടുക്കുക, ഈസി ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ 1/2 ടീസ്പൂൺ അത്ര ഹോം മെയ്ഡ് ഗരം മസാല ആഡ് ആക്കിയിട്ട് മുച്ചിട്ട് ಬಿಡುವನು. ಗರಂ ಮಸಾಲ ಹೋಮ್ ಮೇಡ್ ಗರಂ ಮಸಾಲದ ರೆಸಿಪಿയും എൻ്റെ ചാനലിൽ അവൈലബിൾ ഉണ്ട്. നോക്കാത്തങ്ങ ಇನ್ನೆಂಗ್ പോയിട്ട് പ്ലീസ് നോക്കൂ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വിടുറെ. സോ വെച്ച എഗ് ബട്ടർ മസാലയും ഫൈനലി നിങ്ങൾ സർവിങ് ടൈമിൽ തെല്ല് ബട്ടർ ആഡ് ആക്കുക മറക്കണ്ട. പിന്നെ ഞങ്ങളെ മസാല പിന്നെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ തടക്ക കൊടുത്തത് പ്രിപ്പയർ ആക്കിയെങ്കിൽ പിന്നെ നല്ല സ്മെല്ലും തിന്നോക്കും സോഫ്റ്റ് ആയിത്തേക്ക്. ഇന്റെത്തു റംസാൻ സ്പെഷ്യൽ ഇഫ്താരി ഇല്ലെങ്കിൽ സെഹരി പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കറേ. താങ്ക് യു ഫോർ വാച്ചിങ്.